നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടോപ്പ് 40 ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 1985. അപ്പോൾ ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 1985. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഒരു കൃത്യസമയം പറഞ്ഞിട്ടുണ്ട്, അതായത് പോയിന്റ് ഓഫ് ടൈം പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് ഓഫ് ടൈം പറഞ്ഞാൽ ചേർക്കേണ്ടത് സിൻസ് ആണ്. ഇനി 4-5 ഇയേഴ്സ്, ഒരു പീരീഡ് ഓഫ് ടൈം, 5 ഇയേഴ്സ് എന്നുള്ള ഒരു പീരീഡ് ഓഫ് ടൈം ആണ് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ എന്ത് ചേർത്തേനെ? 4 ചേർത്തേനെ. അവിടെ പോയിന്റ് ഓഫ് ടൈം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സിൻസ് ആണ് ചേർക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇഫ് ഐ വെയർ എ മില്യനയർ ഡാഷ്. ഇതൊരു ഇമാജിനറി കേസാണ്. ഞാനൊരു മില്യനയർ ആയിരുന്നുവെങ്കിൽ, അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇഫിന്റെ കൂടെ ഇഫ് ക്ലോസിൽ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇഫ് ഐ വെയർ എ മില്യനയർ ഐ വുഡ് ബൈ എ കാർ. ഐ വുഡ് ബൈ എ കാർ ഇമാജിനറി കണ്ടീഷൻ ആണ്. അടുത്തത്, ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? മാറ്റിവെക്കുക. പോസ്റ്റ്പോണ്ട്, പോസ്റ്റ്പോണ്ട്. ഡാഷ് വാട്ടർ ഇൻ ദ വെൽ ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. അപ്പോൾ കിണറ്റിലെ വെള്ളം എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്, അതായത് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ട് ദ വാട്ടർ ഇൻ ദ വെൽ ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. അടുത്ത ചോദ്യം, പ്ലൂറൽ ഫോം ഓഫ് സൺ ഇൻ ലോ. സൺ ഇൻ ലോയുടെ പ്ലൂറൽ ഫോം എന്താ? സൺസ് ഇൻ ലോ. സൺസ് ഇൻ ലോ. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിംഗ് അടുത്ത് വരികയാണ്. അടുത്ത മാസം LDC മെയിൻസ് ഉണ്ട്, LGS മെയിൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പരീക്ഷകൾ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൃത്യമായ സിലബസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട്, സിലബസ് അതുപോലെ തന്നെ വീഡിയോസിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 7 days ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ആപ്പ് ഉണ്ട്, ടോപ്പ് ദ ലേണിംഗ് ആപ്പ്. അപ്പോൾ ഈ ആപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് വരെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ഒരുപാട് കോഴ്സസ് LDC മെയിൻസിനും LGS മെയിൻസിനും +2 മെയിൻസിനൊക്കെ വേണ്ടിയിട്ട് ഇവർ കോഴ്സസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ആക്സസ് ചെയ്യാവുന്നതാണ്. ലൈവ് ചലഞ്ചസ് അവൈലബിൾ ആണ്. ഡെയിലി ടെസ്റ്റ്, ഫ്രീ ആയിട്ട് ടെസ്റ്റ് അവൈലബിൾ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് രൂപത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം തികച്ചും ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത്, ഓഫ് മൈ 2 daughters ഷീല ഈസ് ദ ഡാഷ്. ഓഫ് മൈ 2 daughters ഷീല ഈസ് ദ ഡാഷ്. അപ്പൊ രണ്ടുപേരെയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ഓഫ് മൈ 2 daughters, രണ്ടുപേരെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓഫ് മൈ 2 daughters ഷീല ഈസ് ദ എൽഡർ. ഒരു ഫാമിലിയിലെ രണ്ടുപേരല്ലേ? ഒരു ഫാമിലി അല്ലായിരുന്നെങ്കിൽ ഓൾഡറോ ഓൾഡസ്റ്റോ ചേർക്കായിരുന്നു. ഒരു ഫാമിലിയിലെ രണ്ടുപേരെ ആയതുകൊണ്ടാണ് ഇവിടെ എൽഡർ യൂസ് ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം, നിക് സെഡ് ഐ വിൽ സ്റ്റാർട്ട് ടുമോറോ. സെന്റൻസ് റിപ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ നിക് സെഡ് ഐ വിൽ സ്റ്റാർട്ട് ടുമോറോ. ഐ വിൽ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പൊ എങ്ങനെ വരാം? നിക് സെഡ് ദാറ്റ് ഹി വുഡ് സ്റ്റാർട്ട് ടുമോറോ. എന്താവും? ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ഹി വുഡ് സ്റ്റാർട്ട് ദ നെക്സ്റ്റ് ഡേ. അടുത്ത ചോദ്യം, ദ ട്രെയിൻ ഡാഷ് ബൈ ദ ടൈം സുമ റീച്ച്ഡ് ദ സ്റ്റേഷൻ. സുമ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ എന്ത് ചെയ്തു? പോയി കഴിഞ്ഞു. അപ്പൊ ട്രെയിൻ പോയതാണ് ആദ്യം നടന്ന ആക്ഷൻ. അപ്പൊ പാസ്റ്റിൽ 2 ആക്ഷൻസ് നടക്കുകയാണെങ്കിൽ ആദ്യം നടന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പറയണം. ഇവിടെ രണ്ടാമത് നടന്നത് സുമ സ്റ്റേഷനിൽ എത്തിയതാണ്. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, റീച്ച്ഡ് V2 വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പാർട്ട് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്, ഹാഡ് പ്ലസ് V3, ഹാഡ് ലെഫ്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, സാം ഈസ് ടു ടയേർഡ് ഡാഷ് വാക്ക്. ടു എന്നുള്ളൊരു പ്രയോഗമാണ് ഇവിടെ വരുന്നത്. അപ്പൊ സാം ഈസ് ടു ടയേർഡ് ടു വാക്ക്. സോ ടയേർഡ് ആയിരുന്നെങ്കിലോ സോ ദാറ്റ് യൂസ് ചെയ്തേനെ അവിടെ. അപ്പോൾ ഹി ഈസ് സോ ടയേർഡ് ദാറ്റ് ഹി കാൺഡ് വാക്ക്. ഓക്കെ, അടുത്തത്, ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഡു നോട്ട് ഗോ ടുഗെദർ. അപ്പോൾ ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഡു നോട്ട്, ഡു ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ടാഗ് എന്താണ്? പോസിറ്റീവ്. ഡു ദേ ആണ് ടാഗ്. അടുത്ത ചോദ്യം,
ദിസ് ഈസ് ദ സ്പോട്ട് ഡാഷ് ദ ആക്സിഡന്റ് ടുക്ക് പ്ലേസ്. എവിടെയാണോ അപകടം നടന്നത് എന്ന അർത്ഥത്തിൽ എന്താണ് വെയർ ആണ് യൂസ് ചെയ്യാനുള്ളത്. ദിസ് ഈസ് ദ സ്പോട്ട് വെയർ ദ ആക്സിഡന്റ് ടുക്ക് പ്ലേസ്. അടുത്ത ചോദ്യം, നൈദർ ഓഫ് ദം ഡാഷ് ഗിവൺ ദ കറക്റ്റ് ആൻസർ. അപ്പൊ നൈദർ ഓഫ് കഴിഞ്ഞ് പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും. ഇവിടെ സിംഗുലാർ ഏതാണ്? ഹാസ് ഗിവൺ ദ കറക്റ്റ് ആൻസർ. അപ്പൊ നൈദർ, ഐദർ ഇവ സിംഗുലർ സ്വഭാവമായതുകൊണ്ട് സിംഗുലാർ വെർബാണ് യൂസ് ചെയ്യാനുള്ളത്. ദ ജെറണ്ട് ഫോം ഓഫ് റൺ. അപ്പോൾ റണ്ണിന്റെ ജെറണ്ട് എന്ന് പറയുമ്പോൾ ING ചേർത്ത ഫോം ഏതാണ്? റണ്ണിങ് ആണ്. റണ്ണിങ്. കറക്ട്ലി സ്പെൽഡ് വേർഡ് സൂപ്പർ ഇന്റൻഡന്റ്. സൂപ്പറണ്ട് എന്നുള്ളത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട്? ഓപ്ഷൻ സി ആണ്, സൂപ്പർ ഇന്റൻഡന്റ്. സൂപ്പർ ഇന്റൻഡന്റ് ആണ്. ഓക്കെ. അടുത്തത്, ദ പാസീവ് ഫോം ഓഫ് ഷട്ട് ദ വിൻഡോ. ഷട്ട് ദ വിൻഡോ എന്ന് പറയുമ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണ് ഇമ്പറേറ്റീവ് സെന്റൻസ്. അപ്പൊ അങ്ങനെയുള്ളതിന് എങ്ങനെയാണ്? ലെറ്റ് ദ വിൻഡോ ബി ഷട്ട്. പാസീവ് ഫോമിലേക്ക് ആക്കുന്നത് ലെറ്റ് ദ വിൻഡോ ബി ഷട്ട് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ദ പോലീസ് ഡാഷ് വിജിലന്റ്. ഇപ്പൊ ദ പോലീസ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിനെ സൂചിപ്പിക്കുന്നതാണ്. ഫോഴ്സിനെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നു. പ്ലൂറൽ ആണ് ചേർക്കാനുള്ളത്. ദ പോലീസ് ആർ വിജിലന്റ്. ദ പോലീസ് ആർ വിജിലന്റ്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ ഇഡിയം ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. ചിപ്പ് ഓഫ് ഡബിൾ എഫ് ഉണ്ടേ, അതൊരു എക്സാമിന് ചോദിച്ചു. സിംഗിൾ എഫും ഡബിൾ എഫും തന്നിട്ട് ഇതിൽ ഏതാന്ന് കറക്റ്റ് എന്ന് ചോദിച്ചു. അപ്പൊ ഡബിൾ എഫ് ആണ്. ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഹിസ് ഫാദർ, അച്ഛനെ പോലെ അല്ലെങ്കിൽ അമ്മയെ പോലെ. ഓക്കെ, അച്ഛന്റെ അതേ സ്വഭാവം കാണിക്കുന്ന മകൻ അല്ലെങ്കിൽ അമ്മയുടെ അതേ സ്വഭാവം കാണിക്കുന്ന മകൾ എന്നൊക്കെ പറയുന്നതാണ് ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. അടുത്ത ചോദ്യം, മൈ ഗ്രാൻഡ് മദർ ലൈക്സ് ടു സ്റ്റേ ഡാഷ് ദ ടൗൺ. അപ്പോൾ മൈ ഗ്രാൻഡ് മദർ ലൈക്സ് ടു സ്റ്റേ ഇൻ ദ ടൗൺ. ടൗണിൽ ജീവിക്കാനാണ് ഇഷ്ടം. ഇൻ ദ ടൗൺ. ദ ഫോമർ പാർട്ട് ഓഫ് ദ ഫിലിം ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ ലാറ്റർ. അപ്പോൾ ഫോമർ, ലാറ്റർ, ആദ്യത്തേത് രണ്ടാമത്തേത് എന്നുള്ളത്. ലാറ്റർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് എന്നുള്ള മീനിങ് ആണ്. അടുത്ത ചോദ്യം, ഷീ ലീവ്സ് എ ഡാഷ് ലൈഫ് ദെയർ. ഏകാന്തമായ ജീവിതമാണ് അവൾ അവിടെ നയിക്കുന്നത്. ലോൺലി ആണ്. എന്താണ്? ലോൺലി ലൈഫ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ ചോദ്യ പേപ്പറിലെ 20 GK ചോദ്യം. ഈ ചോദ്യ പേപ്പർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 2018 നടന്ന പരീക്ഷയുടേതാണ്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. അടുത്തത് ലൈറ്റ് കീപ്പർ 2018 നടന്ന പരീക്ഷയുടെ 20 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, എ പേഴ്സൺ ഹു ഫൈൻഡ്സ് പ്ലഷർ ഇൻ സഫറിംഗ് പെയിൻ ഹ്യൂമിലിയേഷൻ എക്സെട്ര ഈസ് നോൺ ആസ്. അതായത് ആത്മനിന്ദയിലൂടെ സന്തോഷം കണ്ടെത്തുന്നവൻ എന്താ പറയുന്നത്? മാസോചിസ്റ്റ്. മാസോചിസ്റ്റ്. എ പേഴ്സൺ ഹു ഫൈൻഡ്സ് പ്ലഷർ ഇൻ സഫറിംഗ് പെയിൻ ഹ്യൂമിലിയേഷൻ എക്സെട്ര, ആത്മനിന്ദയിലൂടെ സന്തോഷം കണ്ടെത്തുന്നവൻ ആരാണ്? മാസോചിസ്റ്റ് ആണ്. അടുത്ത ചോദ്യം, യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്. ആഡ് ക്വസ്റ്റ്യൻ ടാഗ്. ഇപ്പൊ അണ്ടർസ്റ്റാൻഡ് ആണ് ഇവിടുത്തെ മെയിൻ വെർബ്. അണ്ടർസ്റ്റാൻഡിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഡു പ്ലസ് അണ്ടർസ്റ്റാൻഡ്. ഡു ആണ് ഓക്സിലറി വെർബ് കിട്ടിയത്. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ഡോണ്ട് യു. ഓക്കെ, ഡോണ്ട് യു ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഷീ ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് ഹിസ് മദർ ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയർ വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ലോസ്റ്റ്. B2 ആണ് ചേർക്കാനുള്ളത്. അടുത്ത ചോദ്യം, ഷീ ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് ഹിസ് മദർ ലാസ്റ്റ് ഇയർ. അപ്പൊ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടോൾഡ് മീ ദാറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. അപ്പോൾ അവന് അവന്റെ അമ്മയെ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് എന്തായിരിക്കണം? ഐ ലോസ്റ്റ് മൈ മദർ ലാസ്റ്റ് ഇയർ. ഓക്കെ, ഐ ലോസ്റ്റ് മൈ മദർ ലാസ്റ്റ് ഇയർ. അപ്പൊ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഷീ ടോൾഡ് മീ ദാറ്റ് ഹി, ഐ ലോസ്റ്റ് മൈ മദർ അല്ലേ. അപ്പൊ V2 ലോസ്റ്റ്. V2 എന്താകും? ഹാഡ് പ്ലസ് V3 ആകും. ഹാഡ് ലോസ്റ്റ് ഹിസ് മദർ ലാസ്റ്റ് ഇയർ ആണ് ആൻസർ. ഓക്കെ, അപ്പൊ സിമ്പിൾ പാസ്റ്റ് എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. അടുത്ത ചോദ്യം, ദ പാസീവ് ഫോം ഓഫ് ഗീവ് ഹിം എ ബുക്ക്. അപ്പൊ ഗീവ് ഹിം എ ബുക്ക് എന്ന് പറയുന്നത് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. കാരണം വേർബിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എങ്ങനെയാ വരിക? ലെറ്റ് എ ബുക്ക് ബി ഗിവൺ ടു ഹിം. ലെറ്റ് എ ബുക്ക് ബി ഗിവൺ ടു ഹിം. ഓപ്ഷൻ B ആണ് ഉത്തരം. അടുത്ത ചോദ്യം, വി ക്യാൻ ജസ്റ്റ് ഡാഷ് ദ ഔട്ട്ലൈൻ ഓഫ് ദോസ് ഡിസ്റ്റന്റ് മൗണ്ടെയിൻസ്.
അണ്ടർസ്റ്റാൻഡ് എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. വി ക്യാൻ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഔട്ട്ലൈൻ ഓഫ് ദോസ് ഡിസ്റ്റന്റ് മൗണ്ടെയിൻസ്. മേക്ക് ഔട്ട് ആണ്, മേക്ക് ഔട്ട്. അടുത്ത ചോദ്യം, ഐ സോ ദിസ് ഫിലിം എ വീക്ക് എഗോ. ഹി സെഡ്. ഇതിനെ റിപ്പോർട്ട് ചെയ്യണം. ഹി സെഡ് ദാറ്റ്. ഐ സോ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അത് പാസ്റ്റ് പെർഫെക്റ്റ് ആകും. പാസ്റ്റ് പെർഫെക്റ്റ് ആകും ഹാഡ് പ്ലസ് V3. അപ്പൊ ഹാഡ് സീൻ. അപ്പോൾ ഹി ഹാഡ് സീൻ ദ ഫിലിം എ വീക്ക് എഗോ എന്നുള്ളത് എന്താകും? ബിഫോർ ആകും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഹി ഹാഡ് സീൻ ദ ഫിലിം എ വീക്ക് ബിഫോർ. അടുത്ത ചോദ്യം, ഷീ ഈസ് ഡാഷ്, ഷീ ബിഹേവ്സ് ലൈക്ക് ഹർ മദർ. ഇതാണ് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞത്. ഓഫ് ഡബിൾ എഫ് ആണോ എന്ന് നോക്കിക്കോളാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇതില് ഉത്തരം ഇല്ല. കാരണം നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ എഫ് എ എല്ലാത്തിലും ഉള്ളൂ അല്ലേ. അപ്പോൾ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് ഡബിൾ എഫ് ആണ് വരേണ്ടത്. ഓക്കെ, ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അമ്മ അല്ലെങ്കിൽ അച്ഛൻ, അവരുടെ അതേ സ്വഭാവമുള്ള മക്കൾ. ഷീ ഈസ് എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്, ഷീ ബിഹേവ്സ് ലൈക്ക് ഹർ മദർ. അടുത്ത ചോദ്യം, സ്റ്റുഡൻസ് മസ്റ്റ് ഹാവ് ആക്സസ് ഡാഷ് ഗുഡ് ബുക്സ്. ആക്സസ് ടു സംതിങ്, ആക്സസ് ടു ഗുഡ് ബുക്സ്, ആക്സസ് ടു സംതിങ് ആണ് വരേണ്ടത്. പ്രാപ്യമായിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അടുത്ത ചോദ്യം, മാൻ ടു ആർട്ട് ഡാഷ് വണ്ടർഫുൾ ആനിമൽ. ഏതാ ആർട്ടിക്കിൾ വരിക? വണ്ടർഫുൾ. വാ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എ ആണ്. എ വണ്ടർഫുൾ ആനിമൽ. ടു ആർട്ട് എന്ന് വെച്ചാൽ എന്താ? യു ആർ. മാൻ, യു ആർ എ വണ്ടർഫുൾ ആനിമൽ. ഓക്കെ, അടുത്തത്, ഇഫ് യു ഡ്രോപ്ഡ് ദ പ്ലേറ്റ് ഡാഷ്. അപ്പൊ ഇതെന്താണ്? ഇഫ് ക്ലോസിൽ V2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഏതാ വരുന്നത്? ഓപ്ഷൻ ബി. ഇറ്റ് വുഡ് ബ്രേക്ക്. ഇഫ് യു ഡ്രോപ്ഡ് ദ പ്ലേറ്റ് ഇറ്റ് വുഡ് ബ്രേക്ക്. അടുത്ത ചോദ്യം, ഓപ്പോസിറ്റ് ഓഫ് റെപ്യൂഡിയേറ്റ്. റെപ്യൂഡിയേറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അഫേം ആണ്. അഫേം, ഉറപ്പിക്കുക. ഉറപ്പിക്കുകയാണ് അഫേം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ലോഡ്സ് ഓഫ് ഷുഗർ ഡാഷ് പുട്ട് ഇൻ ടു ദ ടീ. ലോഡ്സ് ഓഫ് ഷുഗർ. ഇപ്പൊ ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അൺകൗണ്ടബിൾ നൗണിന് ശേഷം സിംഗുലാർ വെർബേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ സിംഗുലർ ആയിട്ട് ഏതാണ്? വാസ്. അപ്പോൾ ലോഡ്സ് ഓഫ് ഷുഗർ വാസ് പുട്ട് ഇൻ ടു ദ ടീ. അടുത്ത ചോദ്യം, വി കുഡ് ഡാഷ് റീച്ച് ദെയർ. വി കുഡ് നെവർ. അവിടെ എത്താനാകില്ല എന്ന അർത്ഥത്തിലാണ് വി കുഡ് നെവർ റീച്ച് ദെയർ. അടുത്ത ചോദ്യം, എ ഹിസ്റ്റോറിയൻ മസ്റ്റ് ബി ട്രൂത്ത്ഫുൾ ഇൻ ദ പ്രസന്റേഷൻ ഓഫ് ഫാക്ട്സ്. ചൂസ് ദ സിനോണിം ഓഫ് ട്രൂത്ത്ഫുൾ. ട്രൂത്ത്ഫുളിന്റെ മീനിങ് വരുന്നത് വെറേഷ്യസ്. വെറേഷ്യസ് എന്ന് പറഞ്ഞാലും ട്രൂത്ത്ഫുൾ എന്ന് തന്നെയാണ് അർത്ഥം. ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ബിലോ ഈസ് അനക്സേഷൻ, അമാൽഗമേഷൻ, അലിഗേഷൻ, അബ്രിവേഷൻ. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് അമാൽഗമേഷൻ കറക്റ്റ് ആണ്. അനക്സേഷൻ എങ്ങനെയാ കറക്റ്റ് ആയിട്ട് എഴുതുക? ANNE, ഡബിൾ എൻ ഉണ്ട്. ANNE XATION. എലിഗേഷൻ ഇതുപോലെ ഡബിൾ എൽ ആണ് ഉള്ളത്. ALLEGATION. അബ്രിവേഷൻ 2 B ഉണ്ട്. ABBREVIATION. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ളത് അമാൽഗമേഷൻ ആണ്. അമാൽഗമേഷൻ എന്താ സ്പെല്ലിംഗ്? AMAL. അമൽ എന്ന് എഴുതാം. ഗാമേഷൻ GAMATION. അടുത്ത ചോദ്യം, ഷി ഹാസ് വൺ ഫസ്റ്റ് പ്ലേസ് ഇൻ ദ കോമ്പറ്റീഷൻ. വി ഷുഡ് ഗീവ് ഹർ എ ഡാഷ്. അപ്പോൾ എന്താണ്? അവൾക്കൊരു പ്രൈസ് നൽകണം. അപ്പൊ പ്രൈസ് എന്ന് പറയുമ്പോൾ PRIZE ആണ്. ഈ പ്രൈസ് എന്താ? CE എന്നുള്ളത് വില എന്നുള്ള അർത്ഥത്തിലാണ്. റിവാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പാരിതോഷികമാണ് റിവാർഡ് എന്ന് പറയുന്നത്. പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ്? പുകഴ്ത്തുക എന്നുള്ളതാണ്. പ്രൈസ് ആണ് കറക്റ്റ്. പ്രൈസ്. അടുത്ത ചോദ്യം, ദ ഡാഷ് എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് ഇംപാർട്ടഡ് ടു ചിൽഡ്രൻ ഇൻ ദിസ് വില്ലേജ് ഈസ് ഓഫ് ഹൈ സ്റ്റാൻഡേർഡ്. എലിമെന്ററി എഡ്യൂക്കേഷൻ, അതായത് അടിസ്ഥാന വിദ്യാഭ്യാസം. എലിമെന്ററി എഡ്യൂക്കേഷൻ ആണ്. അടുത്ത ചോദ്യം, ചൂസ് ദ കോമ്പിനേഷൻ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. എ ഫെയർ ഡിസിഷൻ, എ ഫെയർ കളർ, എ ഫെയർ ഗേൾ, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ ഇമ്പോസിബിൾ ആയിട്ടുള്ളത് എ ഫെയർ കളറാണ്. കളറിനൊപ്പം ഒരിക്കലും എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ഫെയർ യൂസ് ചെയ്യാൻ പാടില്ല. എ ഫെയർ ഡിസിഷൻ എന്ന് പറയാറുണ്ട്, എ ഫെയർ ഗേൾ എന്ന് പറയാറുണ്ട്, പിന്നെ നൺ ഓഫ് ദീസ്. അപ്പോൾ എ ഫെയർ കളറാണ് ഇവിടെ പോസിബിൾ അല്ലാത്ത കോമ്പിനേഷൻ. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ്. കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഹാവ് യു ഫോർഗോട്ടൺ ടു ഡു യുവർ ഹോംവർക്ക്. ഹാവ് യു ഫോർഗോട്ടൺ ടു ഡു യുവർ ഹോംവർക്ക്. അപ്പോൾ ഫൊർഗെറ്റിന്റെ കൂടെ ടു ഡു സംതിങ് ആണ്. ബാക്കി എല്ലാത്തിൻ്റെയും കൂടെയും ഫൊർഗോട്ടൺ ഡൂയിങ് തെറ്റാണ്. ഫൊർഗോട്ട് ഡൂയിങ് വീണ്ടും ING.
ഇതിന്റെ കൂടെ forgot homework ഒന്നുമില്ല. forgotന്റെ കൂടെ to അല്ലെങ്കിൽ forgetന്റെ കൂടെ to do something, to infinitive ആണ് ചേർക്കേണ്ടത്. അവസാനത്തെ ചോദ്യം, I dash him only one letter up to now. I have sent. എന്തുകൊണ്ടാണ് have പ്ലസ് V3 യൂസ് ചെയ്തത്? ഇവിടെ കൃത്യമായ സമയം സൂചിപ്പിക്കാത്ത പാസ്റ്റ് ടൈമിലെ ആക്ഷൻ ആയതുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തത്. സമയം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. I dash him only one letter up to now. ഞാൻ ഇതുവരെ അവന് എന്താണ് ഒരു ലെറ്ററേ അയച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഹാവ് സെൻഡ്, കൃത്യമായ സമയം സൂചിപ്പിക്കാത്ത പാസ്റ്റ് ടൈമിലെ ആക്ഷൻ ആയതുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 40 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പ് മറക്കണ്ട, ടോപ്പ് ദ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. താങ്ക്